ഹായ് ഫ്രണ്ട്സ്. സാവി നോക്കൂ, ഹായ് പറയൂ. സാവി ഹായ് പറയൂ. സാവി നമ്മളെവിടേക്കാണ് പോകുന്നത്? നമ്മളെവിടേക്കാണ് പോണേ? അത് ഇതിൽ പറ. ഹായ് ഇതിൽ പറ. നമ്മളെവിടേക്കാണ് പോണേ? ആ ഓക്കെ കുഴപ്പമില്ല. ആ ഇനി പറ, നമ്മളെവിടേക്കാണ് പോണേ സാവി? സിംഗപ്പൂർ. അത് ഇനി എവിടെ പോണേ? ഫിലിപ്പീൻസ്. ആ നമ്മൾ സാവിക്കുട്ടി പറഞ്ഞ പോലെ നമ്മൾ സിംഗപ്പൂർ ഫിലിപ്പീൻസ് പോവാണ്. നമ്മളിപ്പോൾ ചെന്നൈ എയർപോർട്ടിലാണ്. രാവിലെ നാട്ടിൽ പാലക്കാട് നിന്ന് വന്നു, ട്രെയിനിൽ വന്നു, ചെന്നൈയിലെത്തി. ചെന്നൈ എയർപോർട്ടിൽ നമ്മൾ സമയം ഇപ്പോൾ 7 മണി, 7:45. രാത്രി 12 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ പോസ്റ്റായിട്ട് ഇരിക്കുകയാണ്. നമ്മൾ എന്താണ് ചെന്നൈ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചീപ്പായിട്ട് കിട്ടിയിട്ടും ഒരാൾക്കൊരു 9,000 റേറ്റിലൊക്കെ നമുക്ക് കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ ചെന്നൈയിൽ നിന്ന് എടുത്തത്. നമ്മൾ ആ സമയത്തൊക്കെ നോക്കുമ്പോൾ കോയമ്പത്തൂർന്നും മറ്റേ ട്രാൻഡത്തു നിന്നൊക്കെ 14,000 റുപ്പീസൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരാൾക്ക് 5,000 രൂപ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ സാവിക്കുട്ടിക്ക് എടുക്കണം അല്ലേ? സാവിക്കുട്ടിക്ക് ഫുൾ ടിക്കറ്റ് എടുക്കണം. കഴിഞ്ഞുകൊണ്ട് സാവിക്കുട്ടിക്ക് എടുക്കണം. പിന്നെ ഞങ്ങൾ പോകുന്നത് സ്കൂട്ട് എന്ന് പറഞ്ഞ എയർലൈൻസിലാണ്. സ്കൂട്ട് എന്ന് പറഞ്ഞാൽ സിംഗപ്പൂർ എയർലൈൻസിൻ്റെ സബ്സിഡി ബജറ്റ് എയർലൈൻസ് ആണ്. അത് നേരത്തെ പറഞ്ഞ പോലെ ട്രാൻഡത്തുനിന്നും കോയമ്പത്തൂരിനേ ഉള്ളൂ. അതൊക്കെ നല്ല റേറ്റാണ്. കൊച്ചിയിലുള്ളത് സിംഗപ്പൂർ എയർലൈൻസ് ആണ്. അതിനേറെ പ്രീമിയമാണ്. അതിൽ തൽക്കാലം നടക്കില്ല. പിന്നെ നമ്മളിപ്പോൾ സിംഗപ്പൂർ ലേ ഓവർ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അതായത് ബേസിക്കലി ഫിലിപ്പീൻസ് നമുക്ക് ഈ വിസ കിട്ടും കേട്ടോ. പക്ഷേ ഫിലിപ്പീൻസ് വിസയ്ക്ക് 5,600 രൂപ റേറ്റ് ഉണ്ട്. സിംഗപ്പൂർ ആകുമ്പോൾ 3,500 രൂപയേ ഉള്ളൂ. അതെന്തായാലും ഡിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗപ്പൂർ വിസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിലിപ്പീൻസിൽ ഫ്രീ വിസ ഓൺ അറൈവൽ കിട്ടും. 14 ദിവസത്തിന് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാൽ അപ്പോൾ അങ്ങനെ വെച്ചാൽ സിംഗപ്പൂർ കാണാമല്ലോ. സാവിക്കുട്ടി വരെ സിംഗപ്പൂർ പോയിട്ടില്ല. നമ്മൾ സ്റ്റഡി നേരത്തെ പോയിട്ടുണ്ട്. സാവിക്കുട്ടിയെ സുഖമൊക്കെ ഒന്ന് കാണിക്കണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ അങ്ങനെ തുടങ്ങണം. സാവിക്കുട്ടി ഒരു ഹായ് പറഞ്ഞു. ഒരു ഹൈ അവിടെ നോക്കി പറ. ആദ്യം സെൽഫി എടുക്കുന്ന തരത്തിലാണ്. അങ്ങനെ നമ്മളിപ്പോൾ ലോഞ്ചിൻ്റെ പേര് ട്രാവൽ ലോഞ്ചാണ്. അപ്പോൾ എൻ്റെ അടുത്തും SBIയുടെ ഡെബിറ്റ് കാർഡ് ഉണ്ട്. ക്രെഡിറ്റ് കാർഡല്ലേ. അപ്പോൾ അത് വെച്ച് നമുക്കിവിടെ ഫ്രീ ആക്സസ് കിട്ടും. ക്വാർട്ടർലി ഒരു വട്ടത്തേ തോന്നുന്നു. എന്തായാലും നമ്മൾ അത്രയ്ക്കൊന്നും ക്വാർട്ടറിലൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഓക്കെയാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഫുഡ് നമുക്ക് ഫ്രീ ഫുഡ് ലോഞ്ചിലെല്ലാം ഫ്രീ ആണല്ലോ. നന്നായിട്ട് റെസ്റ്റ് ചെയ്യാനും പറ്റും. അത്യാവശ്യം കണ്ടില്ലേ നമുക്കിനെ സുഖിച്ചിരിക്കാം. ഞങ്ങൾ എത്ര മണിക്കാണ് നമുക്ക് ശരിക്കും വീഡിയോ എടുക്കുന്നത്? അല്ല, നമ്മൾ എത്ര മണിക്ക് എത്തി? ഇവിടെ 6 മണിക്ക് എത്തിയിട്ട് നമ്മൾ വലിയ കാര്യത്തിൽ എന്നാൽ പെട്ടെന്ന് ലോഞ്ചൊക്കെ കയറാൻ വെച്ചാൽ. പക്ഷേ 9 മണിക്കാണ് ചെക്കിനായുള്ളൂ. 9 മണിക്കല്ലേ, 8:30 ചെക്കിനായുള്ളൂ. അതുവരെ അവിടെ വെറുതെ ഇരുന്ന് പോസ്റ്റായി. സ്കൂട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ തന്നെ നമുക്ക് ഫിലിപ്പീൻസിലേക്കുള്ള ടിക്കറ്റ് അവർ തന്നു കേട്ടോ. അതായത് ഇവിടുന്ന് സിംഗപ്പൂരിൽ ഫിലിപ്പീൻസ്. അപ്പോൾ സിംഗപ്പൂർ ഏകദേശം 24 മണിക്കൂർ ലേവർ ഉണ്ട്. അപ്പോൾ നമ്മൾ സിംഗപ്പൂർ വിസ ഓൾറെഡി എടുത്തു എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് പോകുമ്പോഴും വരുമ്പോഴും ഓരോ ദിവസം സിംഗപ്പൂരുണ്ട്. അതുപോലെ തിരിച്ചു വരുമ്പോഴും മൻല ടു സിംഗപ്പൂർ ടു ട്രിവാൻഡ്രം അങ്ങനെയാണ്. അപ്പോൾ ഏകദേശം 24 hours ലേവർ ഉണ്ട്. അപ്പോൾ നമ്മൾ നാളെ ഏകദേശം 6 മണിയാകുമ്പോൾ സിംഗപ്പൂർ നമുക്ക് 2.5 മണിക്കൂർ കൂടുതലാണ്. ഏകദേശം 6 മണിയാകുമ്പോൾ നമ്മളവിടെ എത്തും. അപ്പോൾ എത്തിയിട്ട് നമ്മുടെ കസിൻ ഉണ്ട് കേട്ടോ. എൻ്റെ ശ്രുതി എന്ന് പറഞ്ഞൊരു കസിൻ ഉണ്ട് അവിടെ. അവളുടെ വീട്ടിൽ പോയി ഒന്ന് ഫ്രഷായി നമ്മൾ നേരെ ഉദ്ദേശിക്കുന്നത് ചൈന ടൗണ്, പിന്നെ ഗാർഡൻസ് ബൈ ദ ബേ, മെർലിയോൺ സ്റ്റാച്ചു ഒക്കെ കാണുന്നതാണ്. പിന്നെ നെക്സ്റ്റ് അതുപോലെ പിന്നെ ഫിലിപ്പീൻസ് പോകണമല്ലോ. 2 ദിവസം രാവിലെ ഫിലിപ്പീൻസ് പോകണം. ഫിലിപ്പീൻസ് അങ്ങനെ പ്ലാന്. ഇപ്പോൾ സിംഗപ്പൂർ മഴയെന്നൊക്കെയാണ് കസിൻ പറയുന്നത്. നോക്കാം നമുക്ക് എന്തായാലും. സിംഗപ്പൂർ ഞാൻ 2-3 വട്ടം പോയതാണ്. വൈഫും ഞാനും പോയിട്ടുണ്ട്. ശ്രേണിയും ഒരു വട്ടം പോയിട്ടുണ്ട്. സാവിക്കുട്ടി കാണിക്കണമെന്നുണ്ട്. കാരണം സിംഗപ്പൂർ ഭയങ്കര അടിപൊളിയാണ്. സിംഗപ്പൂർ ബെസ്റ്റ് എയർപോർട്ട്, ബെസ്റ്റ് സൂ, ഒക്കെ കുട്ടികൾക്ക് കളിക്കാൻ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ സാവിക്ക് അത്രയ്ക്കൊന്നും അതിനായിട്ടില്ലെങ്കിൽ പോലും. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാവിക്കുട്ട വികൃതികളാണ്. അതെ, സാവിക്കുട്ടിയാണ് ഇവിടുത്തെ കേന്ദ്ര കഥാപാത്രം. സമയം ഇപ്പോൾ എത്ര മണിയാണ്? 10:30 സാവിക്കുട്ടിയുടെ ലീലാവിലാസങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ സാവി ഉദ്ദേശിക്കുന്നത്? എങ്ങനെയൊക്കെ സാവിക്ക് ഉറങ്ങണ്ടേ? ഉറങ്ങാറായോ? ഇതെങ്ങനെയുണ്ട് ശ്രേണി? ഇത് അത്യാവശ്യം ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ലെഗ് സ്പേസ് ഉണ്ട്. പറയുമ്പോൾ ട്രിവാൻഡ്രത്തുനിന്നും കോയമ്പത്തൂർ നിന്നുള്ള സ്കൂട്ട് എന്ന് പറയുമ്പോൾ ചെറിയ ടൈപ്പാണ്. എനിക്ക് അതിൻ്റെ കറക്റ്റ് നെയിം അറിയില്ല. ഇത് ബോയിങ് ആണ്. മറ്റേതെന്ന് പറയുമ്പോൾ വേറെ ടൈപ്പാണ്. എനിക്ക് പെട്ടെന്ന് അതിൻ്റെ പേര് കിട്ടുന്നില്ല. ഇതുണ്ടോ, 1 2 3 4 5 6 7 8 9 എണ്ണം ഉണ്ട്. പൊതുവെ നമ്മുടെ അടുത്ത് 6 അല്ലേ ഉണ്ടാവുള്ളൂ, 3 ഉണ്ടാവുള്ളൂ.
അങ്ങനെ അപ്പോൾ അത്യാവശ്യം നല്ല ഉറക്കം കിട്ടുമെന്ന് തന്നെ വിചാരിക്കുന്നു അല്ലേ. സാവി ഉറങ്ങി. നമ്മളെവിടെത്തി സാവി? നമ്മൾ സിംഗപ്പൂരെത്തി. നമ്മുടെ കസിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ബസ് വെയിറ്റിംഗ് ആണ്. ആ കാണുന്ന മെട്രോ ആണ് കേട്ടോ. ട്രെയിൻ ഇപ്പോൾ പോയിട്ടേ ഉള്ളൂ. MRT റെഡ് ഹിൽ എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര്. നമ്മുടെ ബസ് കറക്റ്റ് ഇതായിപ്പോൾ എത്താനുള്ള ടൈം ആയിട്ടുണ്ട്. ഇവിടെ കറക്റ്റ് ആട്ടോ. കറക്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ ഈ ഒരു ബസ് സ്റ്റോപ്പ് കൊടുത്താൽ തന്നെ നമ്മുടെ ബസ് നമ്പർ കിട്ടും. അത് എവിടെ എത്തി നോക്കാൻ അറിയാൻ പറ്റും. അങ്ങനെ അപ്പോൾ 1.5 മണിക്കൂർ നമ്മുടെ കസിൻ്റെ വീട്ടിലെത്തും. ശ്രീനൊക്കെ ഭയങ്കര ടയർഡാകണ്ടോ, ഒന്നും കണ്ടറിയാം. എനിക്കിന്നത് സ്ഥിരമാണല്ലോ. അപ്പോൾ അതാ വരുന്നു നമ്മുടെ ബസ്. അപ്പോൾ ഒന്ന് കസിൻ്റെ വീട്ടിൽ പോയി ഒന്ന് റിഫ്രഷായി വേണം നമുക്ക് കാഴ്ചകളിലേക്ക് ഇറങ്ങാം. ഓക്കെ, അപ്പോൾ കസിൻ്റെ വീട്ടിലാണ്. ഇന്നിപ്പോൾ സമയം ഏകദേശം ഇവിടെ 4:30 ഞങ്ങളിപ്പോൾ ഒന്ന് ഫുള്ള് റെസ്റ്റ് ആട്ടോ, കാരണം നല്ല ക്ഷീണമായി. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ മെർലിയോൺ പോവാണ്. മെർലിയോൺ പിന്നെ ഗാർഡൻസ് ബൈ ദ ബേ, അത് മാത്രമേ പോകുന്നുള്ളൂ. കാരണം ഭയങ്കര മോൾക്കായാലും മോർക്കക്ഷീണം നന്നായിട്ടുണ്ട്. വെറുതെ ചാടി ഓടി കൂടെ സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാലേ, കാരണം ഇനി പോകല്ലേ. സാവി മുമ്പിലേ പോയി നമ്മളെ ഇവിടെ നിന്നൊരു ഫുഡ് കഴിക്കാൻ പോവാം. എൻ്റെ മറ്റേ കസിൻ പറഞ്ഞു നല്ലൊരു ഫുഡുണ്ട് ഇവിടെ, അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു ടൈപ്പ് നൂഡിൽസാണ്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകണം. ഇവിടെ അടുത്ത് തന്നെയാണ്. ഇത് കണ്ടോ, കുറേ ബ്ലോക്ക് ഉണ്ട് ഇവിടെ. ഫുള്ളി റെസിഡൻഷ്യൽ ഏരിയ കേട്ടോ. പിന്നെ അതൊരു ഗവൺമെൻറ്റിൻ്റെ അത്ര HDB ഒരു ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ബോർഡ്, ഗവൺമെൻറ്റിന് തന്നെ നേരിട്ടുള്ളതാണ്. ഓരോരു കൺസെപ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ അവർ താഴെ തന്നെ ഫുൾ ഒരു മിനി ടൗൺഷിപ്പ് പോലെ തന്നെ ഹോക്കർ സെൻറ്റേഴ്സ് ഉണ്ടാവും, കൂടാതെ 7-11 സ്റ്റോഴ്സ് ഉണ്ടാവും. അപ്പോൾ പൊതുവെ ആൾക്കാർക്ക് എന്താ വേണമെങ്കിൽ അത് ഇവിടെ തന്നെ കിട്ടും. ഇപ്പോൾ ഇത് കണ്ടോ 62 ബ്ലോക്കാണ്. ഇതിപ്പോൾ ബേസിക്കലി ബിൽഡിങ്ങിൻ്റെ പേര് തെലോക് ബ്ലാങ്ക ഹൈറ്റ്സ് എന്നാണ്. 62 അതുപോലെ 61 ഉണ്ട്, 62A, B അങ്ങനെയൊക്കെ ഉണ്ട്. സാവി ഫുള്ളേ ഓപ്പൺ സ്പേസ് കിട്ടിയപ്പോൾ സാവി ഭയങ്കര എൻജോയ്മെൻ്റാണ്. ഇവിടുത്തെ കാട്ടുകോഴിയാണ് ഇത്ര, കരിങ്കോഴിയാണ്. സാവി കോഴിയെ പിടിച്ച് ഫ്രൈ ചെയ്യാനുള്ള ഓട്ടത്തിലാണ്. ഇത് ഏതാ വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം അല്ലേ? ഏതാ വേണ്ട സെലക്ട് ചെയ്യാം. ഇത് ഇതിലിടുക. ബേസിക് റേറ്റ് ഇങ്ങനെയാണ്. അപ്പോൾ അതനുസരിച്ച് അവർ ചെയ്തു തരും. ഇത് നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഇതാണ് കേട്ടോ, റോസ്റ്റഡ് ഡക്ക്. പിന്നെ ഇതൊന്ന് പറയൂ ശ്രുതി, ഇതിനെ പറ്റി ഒന്ന് പറയും. എന്നാലും എന്താ ഡിഷ് എന്ന് പറ. ശരി, അതിനി പറഞ്ഞു ക്യാമറല്ല പറഞ്ഞു എന്തൊക്കെയാണ്. ഇത് നമ്മളായിട്ട് തന്നെ അത് ചൂസ് ചെയ്യുന്നതാണ് അല്ലേ? ഇതിലെന്തൊക്കെയുള്ളത്? ബേസിക്കലി പൊട്ടാറ്റോ ഉണ്ട്, ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ട്. ഇതെന്താ അറിയോ സ്വാമി? ഡക്ക് എന്താണ്? താറാവ്. എന്താണ്? ഡക്കാണ്. അല്ലല്ല, ഓ അതല്ല, ഇത് ജീവനില്ലാത്ത താറാവാ കേട്ടോ. ജീവനുള്ള താറാവിനെ പിടിച്ച് കറി വെച്ചാണിത്. അടുത്തല്ലേ നമ്മളിവിടെ ഒരു ടാക്സി എടുത്തിട്ട് മെർലിയോൺ പാർക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്.
മെർലിയോൺ പാർക്ക് എന്ന് പറഞ്ഞാൽ സിംഗപ്പൂരിൻ്റെ മെയിൻ ഫേസ് ആണത്. അതായത് സിംഹത്തിന് മെർലിയോൺ എന്ന് പറഞ്ഞാൽ മെർമെയ്ഡ് ലൈൻ, ഹാഫ് മെർമെയ്ഡ് ഹാഫ് ലൈൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ ഫോട്ടോ. നമ്മളവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. എന്തായാലും കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ടാക്സി. കാരണം ഓൾറെഡി ടൈമായി, 6 മണിയായി. ഇനിയും നമ്മൾ MRT എടുക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ നല്ല ലേറ്റ് ആവും തോന്നി. ഞങ്ങൾക്ക് നടക്കാനൊക്കെ ഉണ്ട് കുറച്ച് MRT സ്റ്റേഷനിലേക്ക്, നമ്മുടെ കസിൻ്റെ പ്ലേസിൽ നിന്ന്. അപ്പോൾ സൺസെറ്റിന് മുമ്പ് നിന്ന് കാണാൻ ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ടാക്സി പിടിച്ചു. ടാക്സിക്ക് ഏകദേശം 15-18 സിംഗപ്പൂർ ഡോളേഴ്സ് ഉണ്ട്. ദാറ്റ് മീൻസ് സംതിങ് ലൈക്ക് 2100 റുപ്പീസ് ഉണ്ട്. പക്ഷേ ഈ സമയത്ത് ഇനിയിപ്പോൾ അത് ക്യാഷ് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ടാക്സി എടുത്തു. മെർലിയോൺ പാർക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ഏരിയ ആണ് കേട്ടോ സിംഗപ്പൂരിൻ്റെ ഒരു മെയിൻ ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത്. കാരണം അവിടെ ഉള്ളത് മറീന ബേ സാൻഡ്സ് എന്ന് പറഞ്ഞ സംഭവം. ഇതുണ്ടോ, അതൊരു ഹോട്ടലാണ്. പിന്നെ അവിടെ സിംഗപ്പൂർ ഫ്ലയർ ഉണ്ട്, ഇതൊരു മെയിൻ. പിന്നെ ബോട്ട് റൈഡൊക്കെ ഉണ്ടോ. പിന്നെ അവിടെയാണ് നമ്മുടെ മെർലിയോൺ സ്റ്റാച്യു അവിടെയാണ്, ലയണും മെർമെയ്ഡും ഉള്ളത്. അതാണ് സിംഗപ്പൂരിൻ്റെ എന്താ പറയുക ലോഗോ എന്ന് തന്നെ പറയാം. അപ്പോൾ അവിടേക്കാണ് നമ്മളിങ്ങനെ അടുത്ത് പോകുന്നത്. ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക അത്യാവശ്യം പോസ്റ്റ് ഏരിയയാണ്. അതുകൊണ്ട് ബാങ്ക്സിന്റെ കുറേ ഇതുണ്ട്, DBS, HSBC, ഭയങ്കര ഒരു സിംഗപ്പൂർ തന്നെ ഓൾറെഡി കോസ്റ്റ് ഇതിലും ഏറ്റവും പോസ്റ്റ് ഏരിയയാണ് ഇത്. എവിടെ ചെന്നാലും ഇത് ഓടി കളിക്കലാണ്. ഓടാണ് സാവി, നേരെ സാവി. അയ്യോ നമ്മളിപ്പോ എവിടെയുള്ള സാവി? എവിടെ? അപ്പൊ വെള്ളം ചാടുന്നുണ്ടോ, അതാണ് നമ്മുടെ മെർലിയോൺ. സാവി കണ്ടോ സിംഹത്തിനെ കണ്ടോ? സിംഹം എന്ന് പറയാൻ പറ്റില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിംഹം കണ്ടോ. അപ്പൊ അതാണ് കേട്ടോ നമ്മുടെ മെർലിയോൺ, സിംഗപ്പൂരിന്റെ മെയിൻ ലോഗോ. സിംഗപ്പൂരാന്നായിരുന്നു സിംഗപ്പൂരിന്റെ പണ്ടത്തെ പേര്. സംസ്കൃതമാണ് ബേസിക്കലി സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ. സിംഹത്തിന്റെ എന്താ പറയുക വാസസ്ഥലം അങ്ങനെ എന്തോ ആണ് ബേസിക്കലി. അതിനുശേഷമാണ് ഈ സിംഗപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിന് ആ പേര് കിട്ടിയത്. അപ്പോൾ നമ്മുടെ നാടായിട്ടൊക്കെ അത്യാവശ്യം ബന്ധമുള്ള സ്ഥലമാണ് സിംഗപ്പൂർ. പേര് കിട്ടിയതടക്കം നമ്മുടെ നാട്ടിൻ്റെ ഒരു മെയിൻ ലാംഗ്വേജ്, പണ്ടത്തെ മെയിൻ ലാംഗ്വേജ് സംസ്കൃതത്തിൽ നിന്നാണ്. അപ്പോൾ രാത്രിയൊക്കെ നല്ല ലൈറ്റ് ഇട്ടു കേട്ടോ, ഇത് നല്ല രസമാണ്. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പണ്ടൊക്കെ രാത്രിക്ക് നല്ല ലൈറ്റ് ഇട്ട് വെക്കാറുണ്ട്. കണ്ടോ കണ്ടോ ഗാർഡൻസ് ബൈ ദ ബേ എന്ന് പറഞ്ഞാൽ. നമ്മുടെ മോളെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ മോളെ എവിടെ എത്തി നോക്കിയത് ഇപ്പൊ കൊണ്ടുവരാം. അച്ഛനമ്മയും വീഡിയോ എടുത്തോണ്ട് ഇരിക്കുമ്പോൾ നൈസായിട്ട് മുങ്ങും നമ്മളെ. അപ്പൊ അടുത്ത് പോകുന്നത് ഗാർഡൻസ് ബൈ ദ ബേയിലേക്കാണ്. അവിടെ രാത്രി 7:45 റാപ്സോഡി എന്ന് പറഞ്ഞൊരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട്, ഫ്രീ ആണ് കേട്ടോ. നമ്മൾ അതിന്റെ മുകളിൽ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു കുറച്ച് പേരെങ്കിലും. ഗാർഡൻസ് ബൈ ദ ബേ എന്ന് പറഞ്ഞാൽ ബേസിക്കലി കുറേ ഒരു എന്താ പറയുക മരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യലാണ്. മരങ്ങളുടെ ഫുള്ള് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആണ് അവിടെ ഉള്ളത്. അടുത്ത് കാണുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അവിടെ രാത്രി 7:45 8:45 ആണ് 2 ഷോ ഉണ്ട്. സാവി ഒരു പ്രാവിന്റെ ശരിക്കും എൻജോയ് ചെയ്യുന്നു. ഫുള്ള് സിംഗപ്പൂര് നടന്ന് കാണുന്നു അല്ലേ സാവി, അല്ലേ? നമ്മുടെ മെട്രോയുടെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് നമ്മുടെ ഒരു മെട്രോയുടെ ഒരു ഔട്ട്ലൈൻ കേട്ടോ. അതായത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്കിപ്പോൾ അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്തവർക്കാണെങ്കിൽ പോലും സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് സിംഗപ്പൂർ മെട്രോ. പിന്നെ ചെറിയ സ്ഥലമല്ലേ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ അധികം മിസ്സാവേണ്ട ഒരു ചാൻസ് ഇല്ല. ഇതാണ് സിംഗപ്പൂരിലെ ഫുൾ MRT കേട്ടോ. അത് പല പല ലൈൻ ഉണ്ട്, ബ്ലൂ ലൈൻ ഉണ്ട്, ഗ്രീൻ ലൈൻ ഉണ്ട്, അങ്ങനെ. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ വെച്ചാൽ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ മറീന ബേ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ, നമുക്കിനി പോകേണ്ടത് ബേ ഫ്രണ്ടാണ്. അപ്പോൾ എന്താ നമ്മളിവിടെ ഇറങ്ങിയിട്ട് ഏതാ ലൈന്? യെല്ലോ ലൈനാണ്. അപ്പോൾ അവിടുന്ന് ജസ്റ്റ് യെല്ലോ ലൈനിൽ കയറുക, നെക്സ്റ്റ് സ്റ്റോപ്പാണത്. പിന്നെ എല്ലാ ട്രെയിനിൻ്റെ ഉള്ളിലും ഉണ്ടാവും അനൗൺസ്മെൻറ്റ് ഉണ്ടാവും, നെക്സ്റ്റ് സ്റ്റേഷൻ ഉണ്ടാവും.
സിമ്പിളാണ്, പിന്നെ ചീപ്പാണ് കേട്ടോ അല്ലേ, കുറച്ചുകൂടി ചീപ്പാണത്. അപ്പോൾ നമുക്കിതാ ഗാർഡൻസ് ബൈ ഇത് ആവശ്യമില്ല. അതെ, നമ്മുടെ മെട്രോ അതാണ് പറഞ്ഞത്. നമുക്ക് പിന്നെ ഇവിടെ എല്ലാവരും പൊതുവെ ഹെൽപ്ഫുൾ ആയിട്ടാണ് നമുക്ക് തോന്നിയത്. ആ അതെ, പിന്നെ വേറെ സർപ്രൈസ് ഉണ്ടോ, അവിടെ തമിഴ് എഴുതിയിട്ടുണ്ട്. കാരണം തമിഴ് ഇവിടുത്തെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് കേട്ടോ. അപ്പോൾ പൊതുവെ തമിഴ് അറിയുന്ന ആൾക്കാർക്കാച്ചാൽ അത് അത്രയും. അതെ, ട്രെയിനിലും തമിഴുണ്ട്. അതെ, ഇതുണ്ടോ നമ്മൾ മെട്രോ ഇറങ്ങിയിട്ട്, അതാണ് നമ്മൾ മെട്രോ ഇറങ്ങിയത്. മറീന ബേ അല്ലേ, ഭയങ്കര ആക്റ്റീവാണ്. നമ്മൾ മെട്രോ ഇറങ്ങിയ അതിൻ്റെ അടുത്താണ് ഗാർഡൻസ് ബേ ഉള്ളത്. എന്താണെന്നറിയില്ല കേട്ടോ, സോറി. കാരണം എൻ്റെ നാവേ ഇടയ്ക്കിടയ്ക്ക് എന്നെ കുഴങ്ങുന്നുണ്ട്. ഓക്കെ, ഫുൾ മിററാട്ടോ. അതുകൊണ്ടോ ആൾക്കാർ ഫുഡ് കഴിക്കുക, ഡാൻസ് പ്രാക്ടീസ്, അതുകൊണ്ടോ നമ്മൾ സാവി നടക്കുന്നുണ്ട്. സാവിക്ക് എന്താ അറിയില്ല, ടൈൽസ് കൂടെ നടക്കുമ്പോൾ പേടിയാ അല്ലേ സാവി? ഒരു പ്രത്യേക ജീവിതമാണ് സാവിക്ക്. എസ്കലേറ്റർ പേടിയില്ല, പക്ഷേ ഇതുപോലെ ടൈൽസ് കാണുമ്പോൾ പേടിയാ, അയ്യോ അയ്യോ എന്നൊക്കെ പറയും. അതാണോ ഗാർഡൻസ് ബൈ ദ ബേ. എനിക്കൊരു ഡൗട്ട് ഉണ്ട്, കാരണം ഗാർഡൻസ് ദ ബൈ ബേ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്, പക്ഷേ ഏറ്റവും അടുത്ത് ഇതാണെന്നാണ് പറയുന്നത്. ഞാൻ വന്നതൊക്കെ ഇവിടെ തന്നെയാണ്, നേരത്തെ സിംഗപ്പൂർ വന്നപ്പോഴൊക്കെ ഇറങ്ങിയത് ഇവിടെ തന്നെയാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തോളൂ. നമ്മുടെ സിംഗപ്പൂർ ഗാർഡൻസ് ബൈ ദ ബേക്ക് ഏറ്റവും അടുത്തുള്ളത് നമ്മുടെ മറീന ബേ ആണ് കേട്ടോ. ഓക്കെ, അങ്ങനെ അതായി കാണുന്നതാണ് നമ്മുടെ ഗാർഡൻസ് ബൈ ദ ബേ. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കുറേ ട്രീസ്. കാണുന്ന ജൈൻ വീലാണ്. പിന്നെ ഇതാ നമ്മുടെ മറീന പിയർ. ശരിക്കും പറഞ്ഞാൽ ഒരു 3 ബിൽഡിങ്ങിന് മുകളിൽ ഒരു ബോട്ട് എടുത്ത് വെച്ചൊരു നിർമ്മാണ രീതിയാണ് ഇതിൻ്റെ. ഇവിടെ 7 മണിക്ക് 8 മണിക്കാണ് കേട്ടോ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. ഇപ്പോൾ സമയം 7:40 7 മണിയുടെ കഴിഞ്ഞു. ഒരു 10-15 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ 8 മണിയുടെയാണ് ഇനി അടുത്ത ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. അത് ഫ്രീ ആണ്. നമുക്കതിൻ്റെ മുകളിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഇത് കണ്ടോ, കുറേ ചെടികളുടെ പോലെ രൂപം കണ്ടോ, ആ ഒരു ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് നടക്കാം. അതിനാണ് സ്കൈവേ എന്ന് പറയും. അതിന് ചാർജ് ഉണ്ട്. ചില സമയത്ത് 1 മണിക്കൂർ വെയിറ്റും ചെയ്യണം. ടിക്കറ്റ് അതിൻ്റെ താഴെ തന്നെ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ക്ലൂക്ക് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്, അതിൽ നമുക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ ഇത് ഭംഗിയല്ലേ, ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടത്. ചെറിയൊരു തെറ്റുണ്ട് കേട്ടോ, 7:45 ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ, 8 മണിക്കല്ല. ഗൂഗിൾ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാ തുടങ്ങി, നമ്മളിത് അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 7:45 പറഞ്ഞത്, പക്ഷേ ഞാൻ ആ ഗൂഗിൾ നോക്കിയപ്പോൾ 8 മണിന്ന് കണ്ടപ്പോഴാണ് ഞാനത് വീണ്ടും അത് മാറ്റി പറഞ്ഞത്. ഐ ആം ദ സോറി ഗൈസ്, ഐ ആം ദ സോറി. താഴത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. ഒരു നമ്മളോട് ഇവിടെ നിൽക്കണ്ടെന്നാ പറയുന്നത്, താഴത്തേക്ക്. ഇന്നത്തെ നൈറ്റ് കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ഇതോടുകൂടി ഇന്നത്തെ ഏകദേശം ട്രിപ്പ് കഴിഞ്ഞു. നാളെ നമ്മൾ മനിലേക്ക് പോവാണ്. രാവിലെ ഏർലി മോർണിംഗ് പോകും കേട്ടോ. നമ്മൾ രാത്രി എന്തായാലും ഈ ഗാർഡൻസ് ബൈ ദ വേ ഒക്കെ കണ്ടിട്ട് സാവി വാ പൊളിച്ചിരിക്കുക. ഈ പരിപാടിയോടും കഴിഞ്ഞിട്ട് നമ്മൾ സാധിക്കുന്ന കാഴ്ച കൊടുക്കാച്ചിട്ടാണ്. അതുകൊണ്ട് കണ്ടതിന് ശേഷം നമ്മൾ നേരെ റൂമിൽ പോകും, സാധനങ്ങൾ എടുക്കും, നേരെ എയർപോർട്ടിലേക്ക്.
അപ്പോൾ എന്തായാലും സിംഗപ്പൂർ വരുന്നവർ എന്തായാലും മിസ് ചെയ്യരുത് കേട്ടോ, കാരണം ഫ്രീ ആണ്, നല്ല അടിപൊളി ഷോ ആണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ കണ്ടോ ആ പൊളിച്ചിട്ടായിരിക്കുന്നത്. സാവി എങ്ങനെ ഉണ്ടായിരുന്നു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ? സൂപ്പർ. എങ്ങനെ ഉണ്ടായിരുന്നു? ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ രസമായില്ലേ? സായി വാപിച്ചിരുന്നല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. നമ്മൾ കഴിഞ്ഞു വിചാരിച്ചു കേട്ടോ, പക്ഷേ ഇതൊരു സംഭവം പുതിയ തുടങ്ങിയിട്ടുണ്ട് അവർ, നോർത്തേൺ ലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആർട്ടിക്കിലൊക്കെ കാണില്ലേ അതുപോലത്തെ സംഭവമാണത്, വിത്ത് സൗണ്ട്. നോക്കി നോക്കൂ, നല്ല രസമല്ലേ? ശരി, വീഡിയോ എടുക്കുക. ആ നമ്മളിപ്പോൾ എയർപോർട്ടിൽ എത്തി കേട്ടോ. നമ്മൾ തിരിച്ച് മനിലേക്കുള്ള ഫ്ലൈറ്റ് വരാൻ ട്രാൻസിറ്റ് ടൈം കഴിഞ്ഞു. നമ്മളിതാ വീണ്ടും ചെക്ക് ഇൻ ചെയ്തു. ഇനി നമ്മുടെ ഗേറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 1:45 ഫ്ലൈറ്റ് കേട്ടോ. അവിടെ 5:45 എത്തും. നമ്മളിത് അങ്ങനെ പതുക്കെ സാവിക്കുട്ടി പാട്ടും പാടി കുളിച്ച് ഫ്രഷായി അല്ലേ സാവി? നമ്മൾ ഇനി എവിടേക്കാണ് പോകുന്നത്? സിംഗപ്പൂർ ഇതല്ലേ? ഇനി എവിടേക്കാണ് പോകുന്നത് സിംഗപ്പൂർ കഴിഞ്ഞാൽ? ഫിലിപ്പൈൻസ് അല്ലേ? അങ്ങനെ നമ്മളിതാ ഫിലിപ്പൈൻസിലേക്ക് പോകുന്നു കേട്ടോ. നല്ല വാശിയാണ്, ഉറക്കം ശരിയായിട്ടില്ല. അപ്പോൾ നമ്മളിതാ സിംഗപ്പൂർ ഏകദേശം കാഴ്ചകൾ കഴിഞ്ഞു. 1:45 കേട്ടോ ഫ്ലൈറ്റ്. ഇപ്പോൾ 12:30. നമ്മുടെ തൊട്ട് പുറകിലാണ് നമ്മുടെ സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞിട്ട് നമ്മുടെ ഗേറ്റ്. അപ്പോൾ സിംഗപ്പൂരിലെ കാഴ്ചകൾ ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് വരുമ്പോഴും നമ്മൾ എയർപോർട്ടിലും പിന്നെ സൂം പോകുന്നുണ്ട്, ആ കാഴ്ചകൾ കാണിക്കാം. അപ്പോൾ നമുക്ക് സിംഗപ്പൂർ യാത്ര അല്ലെങ്കിൽ സിംഗപ്പൂർ വീഡിയോസ് തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് പുതിയ രാജ്യമായ ഫിലിപ്പീൻസിൽ നിന്ന് കാണാം. ഓക്കെ സാവി, ഒരു ഹായ് പറയൂ. സാവി ഭയങ്കര തിരക്കിലാണ്. സാവിയുടെ തന്നെ വീഡിയോസ് ഫോട്ടോ കണ്ടിട്ട് ഇരിക്കുകയാണ്. ഓക്കെ.